ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണ് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കനക പൂജാമുറിയിൽ നിന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കനകയുടെ അടുത്തേക്ക് ആദർശ് വരികയാണ്. എന്നിട്ട് ആദർശ് ചോദിക്കുകയാണ്, അമ്മേ, നയന എവിടെയാണ് പോയത് എന്നറിയോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ മോനെ. അവൾക്കിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, അത് ഈ വീട്ടിൽ ആരെങ്കിലും ആയിട്ട് വഴക്കിടുകയോ മറ്റോ ചെയ്തായിരുന്നോ? അങ്ങനെയെങ്കിൽ അത് മോനോട് പറയാതിരിക്കുമോ? എന്നോടവൾ ഒന്നും പറയാറില്ല, അമ്മയോടാണല്ലോ എല്ലാം പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. മോനെ, ആ രീതിയൊക്കെ മാറണം. ഒരു ഭാര്യ അവളുടെ ഭർത്താവിനോടാണ് എല്ലാ കാര്യങ്ങളും പറയേണ്ടത്. ആ നിലവാരത്തിലേക്കൊന്നും അമ്മയുടെ മോള് ഇതുവരെ ഉയർന്നിട്ടില്ല. മോനായിട്ട് അത് ഉയർത്തണം. അല്ല, മോനായിട്ട് അവളെ അതിലേക്ക് കൊണ്ടുവരണം എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. അവൾ എങ്ങോട്ട് പോയാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുമ്പോൾ അവർക്കൊരു മറുപടി എനിക്ക് കൊടുക്കണ്ടേ? എന്തുകൊണ്ടാണ് അവൾ പോയേ എന്നൊക്കെ. അപ്പോൾ കനക പറയാണ്, മോൻ ജീവിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണോ? മുത്തശ്ശൻ്റെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഫസ്റ്റ് മുൻഗണന കൊടുക്കുന്നത് മുത്തശ്ശനാണ്. അയ്യോ, അതിലാരും മോനെ കുറ്റം പറയില്ല. എങ്കിലും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും പരിഗണന കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി പരിഗണന സ്വന്തം ഭാര്യയ്ക്കും കൂടി കൊടുക്കണം എന്നേ അമ്മ പറഞ്ഞുള്ളൂ. അമ്മേ, ഞാൻ അവളെ അങ്ങോട്ട് പോയി വിളിച്ചത്, അല്ലാതെ അവൾ സ്വമനസ്സാലെ ഇങ്ങോട്ട് വന്നതല്ല. ആ, അതിപ്പം മോനെ അങ്ങനെയല്ലേ വേണ്ടത്. ഭാര്യമാർ വീട്ടിൽ പോകുമ്പോൾ അവിടെ പോവുകയും അവിടെ 1-2 ദിവസം താമസിക്കുകയും അവരെ വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത് അത്ര വലിയ തെറ്റാണോ? ഒരുപാട് തോറ്റു കൊടുക്കുന്നുണ്ട്, ഭൂമിയോളം താഴുന്നുമുണ്ട്. എന്തായാലും നിങ്ങൾക്കിടയിലേക്ക് ഞാൻ വരാൻ പോകുന്നില്ല. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ തീർക്കണം. അമ്മ അവളെ ഒന്ന് വിളിച്ചാൽ അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയായിരുന്നു. അതിനെന്താ മോനെ വിളിച്ചാൽ? അത് ശരിയാ, ഞാൻ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പറയാതെ പോയത് കൊണ്ട് വിളിക്കണോ വേണ്ടയോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്ന് വെച്ച് വിളിക്കാതിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ പിന്നെ വിളിക്കാം അല്ലേ? കനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കനക ചിരിക്കുകയാണ്. ആകെ സമനില തെറ്റിയ മട്ടാണുള്ളത്. നന്ദു ഡ്രസ്സൊക്കെ ചെയ്തിട്ട് എവിടേക്കോ പോകാൻ ഒരുങ്ങി പോവുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നീ എവിടേക്കാ മോളെ? അത് പിന്നെ നാനേച്ചിക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഓ, എന്താ കാരണം എന്ന് പറഞ്ഞില്ലേ? ഏയ് ഇല്ല, പെട്ടെന്ന് കാണണമെന്നാണ് പറഞ്ഞത്. നാനയെ കാണാൻ തന്നെയല്ലേ പോകുന്നത്? അതേ അച്ഛാ. സംശയം ഉണ്ടെങ്കിൽ അച്ഛനും കൂടെ പോര്. എനിക്ക് സംശയമൊന്നുമില്ല, നിന്നോട് പുറത്തേക്ക് പോകാൻ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കാണാൻ പാടില്ലാത്തതൊന്നും കാണരുത്. അതിൻ്റെ പേരിൽ സംസാരവും വിഷയവും ഒന്നും ഉണ്ടാവരുത്, എനിക്കത്രയേ ഉള്ളൂ. ഇല്ല അച്ഛാ, അച്ഛൻ വേണമെങ്കിൽ നാനേച്ചി വിളിച്ച് ചോദിക്ക്. നാനേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതും വീട്ടിലേക്ക് ചെല്ലണ്ട, പുറത്ത് വെച്ച് കാണാം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് അവൾ ആകെ വിഷമിച്ചിട്ടാണ് പോയത്, ചായ പോലും കുടിക്കാതെ. എന്തോ മനസ്സിനകത്തുണ്ട്, അത് പറയാനാ മോളെ വിളിപ്പിച്ചത്. അങ്ങനെ തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഇനി നിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? അനിയുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ? എന്തോ അറിയില്ല. ഫോണിൽ കൂടെ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാനൊക്കെ പറഞ്ഞു, പക്ഷേ നേരിൽ കാണണം എന്നാ പറയുന്നത്. എന്നാൽ പിന്നെ പെട്ടെന്ന് ചെല്ല്, ഇടയ്ക്ക് ഞാൻ കനകയെ വിളിച്ചോളാം. ആയാലും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അറിയാലോ അവളുടെ മനസ്സിൽ എന്താണെന്ന്. അച്ഛൻ ഞാനും അനിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ചേച്ചിയോട് പറഞ്ഞിട്ടില്ലല്ലോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു ഞാൻ. കനക വിളിക്കുമ്പോഴൊക്കെ അത് വേണ്ട എന്നാ പറഞ്ഞത്. ശരി, ഞാൻ പോയിട്ട് വരാം അച്ഛാ. നയന പാർക്കിൽ പോയിട്ട് അവളെ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു അവിടെ എത്തി. അവൾ നയനയുടെ അടുത്തെത്തി നന്ദു. എന്നിട്ട് ചോദിക്കുകയാണ്, ചേച്ചി എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുന്ന ഒരാളായിരുന്നു നീ. എന്നാൽ പറയേണ്ട ഒരു കാര്യം മാത്രം നീ പറഞ്ഞില്ല. ആരാ ഈ അനിത? നന്ദു ഷോക്കടിച്ചതുപോലെയായി. ആരാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അമ്മയും അച്ഛനും തമ്മിലുള്ള സംസാരം കേട്ടിട്ട് ഞാൻ അമ്മയോട് എല്ലാം തിരക്കി. അമ്മയ്ക്കും അവസാനം സത്യം പറയേണ്ടി വന്നു. ചേച്ചി, എനിക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. അനാമികയായിട്ടുള്ള കല്യാണത്തിന് താല്പര്യവും ഇല്ലയെന്നാണ് പറഞ്ഞത്. എന്നെ വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ഇതൊക്കെ കേട്ട് ഷോക്കടിച്ചതുപോലെ നിന്നിട്ടുള്ളത്. നിൻ്റെ താല്പര്യം എന്താ? ചോദിച്ചത് കേട്ടില്ലേ? നിൻ്റെ താല്പര്യം എന്താന്ന്? ഞാനക്കറിയാണ്. നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തേ? നിനക്ക് എൻ്റെ ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? എൻ്റെ വിവാഹത്തിന് മുമ്പ് ആദർശേട്ടൻ പെണ്ണ് കണ്ടത് അമ്പേച്ചിയാണെന്ന് അറിയാലോ. അന്ന് ചേച്ചി അഭിയും കൂടി ഒരുപാട് നാടകം കളിച്ചത് കൊണ്ടാണ് എനിക്ക് ആദർശേട്ടൻ്റെ ഭാര്യ ആവേണ്ടി വന്നത്. അന്ന് തൊട്ടുള്ള വെറുപ്പ് ആദർശേട്ടന് ഇപ്പോഴും ഉണ്ട്.
എന്നിട്ട് ചേച്ചിയെ ആദർശേട്ടൻ വീട്ടിൽ വന്ന് വിളിച്ചതോ? ഇവളുടെ മനസ്സ് മാറ്റാൻ ആദർശേട്ടന് എന്നോട് സ്നേഹമുണ്ടെന്ന് പറയാതിരിക്കുന്നത് നല്ലത്. ചേച്ചി എന്താ ആലോചിക്കുന്നേ? എന്നോട് സത്യം പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചതാ. എൻ്റെ കാര്യം ചേച്ചി അറിഞ്ഞില്ലേ? പിന്നെ എന്താ പറഞ്ഞാൽ? എന്നാ കേട്ടോ, കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഞങ്ങൾ ഇതുവരെ രണ്ടായിട്ടാണ് കഴിയുന്നത്. എന്നുവെച്ചാൽ വേറൊന്നുമല്ല, പുറമെ എല്ലാവരെയും കാണിക്കാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയും. രാത്രി ബെഡ്റൂമിൽ രണ്ടുപേരും രണ്ടാ. എൻ്റെ ആ വീട്ടിലെ ആയുസ് എത്ര നാളാണെന്ന് നിനക്കറിയാമോ? ആദർശേട്ടൻ്റെ മുത്തശ്ശൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം. അത് കഴിഞ്ഞാൽ വീട് വിട്ട് പോയിക്കോണം എന്നാണ് ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചേച്ചിക്ക് ഇപ്പോഴേ വീട് വിട്ട് പോയിക്കൂടെ? അത് പറ്റില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ ചിലപ്പോൾ ആദർശേട്ടൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ആരോഗ്യസ്ഥിതി വഷളാവും. നമ്മുടെ അച്ഛൻ്റെ അതൊഴിവാക്കാൻ പരമാവധി പിടിച്ചു നിൽക്കണം. എന്നാലും ആദർശേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പടിയിറങ്ങി പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ട് ആരെങ്കിലും അവിടെ കടിച്ചു തൂങ്ങുമോ? ഞാൻ അവിടെ കടിച്ചു തൂങ്ങും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിനാണ്, എന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിനാണ്. അവിടെയാ നീ നവ്യച്ചിയെപ്പോലെ സ്വാർത്ഥത കാണിച്ചത്. എൻ്റെ മാത്രമല്ല, നവ്യച്ചിയുടെ ജീവിതവും പ്രശ്നത്തിലാണ്. ഞങ്ങൾക്ക് ഏത് നിമിഷവും ആ വീടിൻ്റെ പടിയിറങ്ങി പോരേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നീയും കൂടി അവിടേക്ക് വരാൻ നോക്കുന്നത്. ഇതൊക്കെ നേരത്തെ ചേച്ചി എന്നോട് പറയണ്ടായിരുന്നോ? നേരത്തെ പറയണമായിരുന്നെങ്കിൽ അനിയോടുള്ള അടുപ്പം നീ നേരത്തെ എന്നോട് പറയണമായിരുന്നു. നിങ്ങൾ തമ്മിൽ സൗഹൃദ സ്നേഹ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഒരിക്കൽ പോലും ഞാൻ സംശയിക്കാതിരുന്നത്. ആ വീട്ടിൽ ആർക്കും അങ്ങനെ ഒരു സംശയവും. ഇനി നീ പറ, നിനക്ക് അവിടേക്ക് വരണോ? എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് നിനക്ക് ആ വീടിൻ്റെ മരുമകളാവണോ? മോളെ, സ്നേഹിച്ച പുരുഷനെ പെട്ടെന്ന് മറക്കാൻ ഏതൊരു പെണ്ണിനും പ്രയാസമായിരിക്കും. പക്ഷേ ഇവിടെ എൻ്റെ മോളുടെ നന്മയ്ക്ക് വേണ്ട ചേച്ചി ഈ പറയുന്നത്. ഒരു കാരണവശാലും അനി നിന്റെ മനസ്സിലുണ്ടാവരുത്. അവകാശം അവനെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് മാത്രമല്ല, അനി നിന്നെ കാണാൻ വരുവാണെങ്കിൽ നീ ശക്തമായി പ്രതികരിക്കണം. അവനെ നല്ല സുഹൃത്തായിട്ടാണ് കാണുന്നതെന്ന് പറയണം. പറയാം ചേച്ചി. ചേച്ചിയുടെ ജീവിതം ഇത്രയും തകർച്ചയിലാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഉള്ളി പിടയുമ്പോഴും പുറമേ ചിരിച്ചുകൊണ്ട് നിൽക്കുക, മറ്റു പലരെയും ചിരിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ. ആദർശേട്ടൻ വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ ആദർശേട്ടനെ ചേച്ചിയോട് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതിയത്. ആ ഇഷ്ടം മുത്തശ്ശനെ കരുതി മാത്രമുള്ളതാ, അല്ലാതെ ഉള്ളിൽ തട്ടിയുള്ളതല്ല. ഇനി നീ കൂടി ആ വീട്ടിലേക്ക് വന്നാൽ ആ വെറുപ്പ് കൂടത്തേ ഉള്ളൂ. ചിലപ്പോൾ ഈ സംഭവം അറിയുന്നതോടുകൂടി നമുക്ക് രണ്ടുപേർക്കും ആ വീടിൻ്റെ പടിയിറങ്ങേണ്ടി വന്നേക്കാം. ഇപ്പം നമ്മളെ അനുകൂലിക്കുന്നവർ പോലും ആ സമയത്ത് നമ്മളെ തള്ളിപ്പറയും. അത് ഉറപ്പാ മോളെ. കാരണം അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിരിക്കുന്നത് ആദർശേട്ടൻ്റെ മുത്തശ്ശനാണ്. ഇനി ആ വാക്ക് മാറ്റി പറയേണ്ടിയിരിക്കുന്നത് ആദർശേട്ടൻ്റെ മുത്തശ്ശനെ സംബന്ധിച്ചിടത്തോളം മരണതുല്യാണെന്ന് അനിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ വലിയൊരു അപകടം ഒഴിവാക്കുന്നതല്ലേ മോളെ നല്ലത്. ശരി ചേച്ചി, ഇനി ഇതിൻ്റെ പേരിൽ ചേച്ചിക്ക് എന്നോട് സംസാരിക്കേണ്ടി വരില്ല. അനിയോടുള്ള എൻ്റെ സ്നേഹം പെട്ടെന്ന് പോവില്ല. എങ്കിലും ഞാൻ മാറി നിന്നോളാം. ചേച്ചിയോട് ഇതിൽ പറയാത്തതിൽ സോറി. ഞാൻ രണ്ട് കൈയും വെച്ച് അവളെ തലോടി കൊടുക്കുകയാണ്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചേച്ചി അനിയത്തി നന്നായിട്ട് കരയാണ്. പിന്നെ കാണിക്കുന്നത് അനിയെയും അനാമികയുമാണ്. അപ്പോൾ അനാമികയോട് അനി ചോദിക്കുകയാണ്, നീ എന്തിനാ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഏട്ടത്തിയുടെ അമ്മയോട് ചൂടായിട്ട് സംസാരിച്ചത്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നീ അനന്തപുരിയിലെ മരുമകൾ ആയിട്ടില്ല. പിന്നെ എന്തധികാരം വെച്ചിട്ടാണ് നീ ഏട്ടത്തിയുടെ അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഞാൻ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. എടോ, കല്യാണത്തിന് മുമ്പ് തന്നെ നിൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ പോക്ക് പോവുകയാണെങ്കിൽ കല്യാണശേഷം നീ എന്നെ നന്ദുവിനെയും ചേർത്ത് പലതും പറയും. ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടി മറ്റേതെങ്കിലും പെൺകുട്ടിയെ സംശയിക്കുകയാണെങ്കിൽ അവളെ പിന്നെ കാണാൻ ശ്രമിക്കരുത്. കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഒഴിവാക്കിയിട്ട് അവളുടെ പിന്നാലെ പോവരുത്. നിന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് കരുതി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മുഴുവൻ ഒഴിവാക്കണോ? നിന്നെ പരിചയപ്പെടുന്നതിന് മുമ്പേ ഞാൻ കണ്ടതാ നന്ദുവിനെ. അവൾ എൻ്റെ ബന്ധുവാണ്, നല്ലൊരു സുഹൃത്താണ്. അതൊരു സൗഹൃദം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് എന്ത് തോന്നിയാലും ശരി, ഈ രീതിയിലാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ ഒന്നിക്കാത്തതാണ് നല്ലത്. അതേപ്പറ്റി പറയാനാ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അവളുടെ അമ്മ നിൻ്റെ മുത്തശ്ശനെ കാണാൻ എന്നെ അനുവദിച്ചില്ല. എടോ, അതിനെന്തിനാ മുത്തശ്ശനെ കാണുന്നേ? നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തമ്മിൽ തന്നെ തീർക്കുന്നതല്ലേ നല്ലത്. കല്യാണം വിളി ഏതാണ്ട് പൂർത്തിയാവാനായി.
ഉടനെ കല്യാണവും നടക്കും. ആ സമയത്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. ശരിക്കും നീ അനന്തപുരിയിലെ മുത്തശ്ശൻ്റെ കൊച്ചുമകൻ തന്നെയാണോ? നിനക്കങ്ങനെയൊരു സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ കേട്ടണ്ട. ഈ ബന്ധം ഉറപ്പിച്ചത് എൻ്റെ അച്ഛനും അമ്മയും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയാ. അതുകൊണ്ട് ഈ വിവാഹം വേണ്ട എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ബന്ധം ഉറപ്പിച്ച എല്ലാവരോടും പറഞ്ഞേ പറ്റൂ. എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല. പക്ഷേ നിന്റെ ഈ സ്വഭാവം എടുത്തുചാട്ടം ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല. എടോ, ഇപ്പം ഞാൻ സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. എൻ്റെ മനസ്സമാധാനം കളയാനല്ല ഞാനൊരുത്തിയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇന്നത്തെ പെൺകുട്ടികൾക്ക് കല്യാണത്തോട് താല്പര്യമില്ല. പകുതി മനസ്സോടെയാ എല്ലാവരും കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ ആ ബന്ധം വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത്. എന്തായാലും നിന്റെ മനസ്സെന്താന്ന് നീ തുറന്നു കാട്ടിയല്ലോ, അത് നന്നായി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. അവൾ പോയി കഴിഞ്ഞപ്പോൾ അനി ഓർക്കുകയാണ്. ഇനി അവളെങ്ങാനും പോയിട്ട് മുത്തശ്ശനെയും മുത്തശ്ശിയും കാണുമോ? അവരെ കണ്ടാലും കുഴപ്പമാവും. ഞാനാണെങ്കിൽ സമനില തെറ്റി എന്തൊക്കെ പറയുകയും ചെയ്യും. ആരുമില്ല, ബന്ധം പോന്നെങ്കിൽ പോട്ടെ. പിന്നെ അനാമികയ്ക്കൊരു കോൾ വരികയാണ്. ഹലോ, മോളെ, ഞാനാ നയന, അനിയുടെ ഇടത്തിയമ്മ. നിങ്ങൾക്ക് എന്ത് വേണം? മോളെ എനിക്കൊന്ന് കാണണം, എത്രയും പെട്ടെന്ന് തന്നെ. ഞാനും നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇവിടേക്കാണ് വരേണ്ടേ? അത് ഞാൻ പിന്നെ ഇവിടെ പാർക്കിനടുത്തുണ്ട്. ശരി, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. എന്നെ കാണിക്കുന്നത് ആദർശനെയാണ്. ആദർശൻ മുറിയിൽ കയറിയിട്ട് ആലോചിക്കുകയാണ്. അവൾ എവിടെ പോയതായിരിക്കും? വീട്ടിൽ പോയതാണെങ്കിൽ വീണ്ടും പോയി വിളിക്കുന്നത് നാണക്കേടാ. അല്ല, വിളിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ഏതായാലും അവളുടെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ അച്ഛനെ വിളിക്കുകയാണ്. അപ്പോൾ അച്ഛൻ, മോനെ. അച്ഛാ, നയന അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ലല്ലോ, ഇങ്ങോട്ട് വന്നില്ല. എന്താ മോനെ? ഏയ്, ഒന്നുമില്ല. നയന ഒന്ന് പുറത്തേക്ക് പോയായിരുന്നു. എവിടേക്കാണ് പോയതെന്ന് അറിയാത്തതുകൊണ്ട് വിളിച്ചതാ. പറയാതെ പോയോ? അത് ഞാൻ പോയത് കണ്ടില്ല. എങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞതുമില്ല. അങ്ങനെ അവൾ പറയാതെ പോവില്ലല്ലോ. ചിലപ്പോൾ ഇവിടെ അടുത്തെവിടെയെങ്കിലും പോയതായിരിക്കും. ഉടനെ വരുമായിരിക്കും. ശരി എന്നാൽ. അവൾ ആരോടും പറയാതെ എവിടെ പോയതായിരിക്കും? നയന അനാമികയെ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക വന്നു. അനാമിക അന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മയല്ലേ കണ്ടത്? എന്നെ കണ്ടില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ എല്ലാ സംശയവും മാറിക്കിട്ടിയനെ. സത്യമായിട്ടും പറയാ, അനാമിക കരുതുന്ന പോലെ ഒരു ബന്ധം അനിയും നന്ദുവും തമ്മിൽ ഇല്ല. നിങ്ങളും നിങ്ങളെ അനിയത്തിയും ന്യായീകരിക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? അർഹതയില്ലാതെയാ നിങ്ങളും നിങ്ങളെ ചേച്ചിയും അവിടെ കയറി പറ്റിയത്. ആ കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം മറ്റൊരു വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് സ്വന്തം അനിയത്തിയെ കൊണ്ടുവരാനാ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അനാമിക ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതിന് എൻ്റെ കയ്യിൽ മറുപടി. അനാമിക ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതിന് എനിക്കൊരു മറുപടിയില്ല. പക്ഷേ എൻ്റെ അനിയത്തി എന്താണ് ചിന്തിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ അനിയെ നല്ലൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ട് അവളെ അരികിൽ എന്തിനാ അനി പോകുന്നത്? അതിൻ്റെ കാരണം ഞാൻ പറയാം. അനി വളരെ ചെറുപ്പാ. അവനെ കഥയും കവിതയും ഒക്കെ പറഞ്ഞ് എഴുതി നടക്കുന്ന ആളാ. മുർത്തീസ് ജ്വല്ലറിൻ്റെ 3 ബ്രാഞ്ച് അവനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവനത് ഏറ്റെടുക്കാനുള്ള പക്വത വന്നിട്ടില്ല എന്നാ പറഞ്ഞ്. അവൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ കൂടെ ഉടനടി ഒരു കല്യാണം കഴിക്കാൻ അവന് മനസ്സില്ല. ഈ കല്യാണം കുറച്ചുകൂടി നീട്ടിവെച്ചിരുന്നെങ്കിൽ അവൻ പിന്നെ സന്തോഷത്തോടെ തന്നെ ഈ കല്യാണം നന്നായി നടത്താൻ വേണ്ടി അവൻ തന്നെ താല്പര്യം പറഞ്ഞേനെ. എന്നാൽ എടിപിടിയിന്ന് കല്യാണം ഫിക്സ് ചെയ്തതാ. അവനെ അലട്ടിയ പ്രശ്നം. അതവൻ എന്നോട് സംസാരിച്ചിട്ടുമുണ്ട്. എങ്ങനെയെങ്കിലും കല്യാണം നീട്ടിവെക്കാൻ പറ്റുമോയെന്ന് എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. അത് അവനും നന്ദുവിനും ഒരുമിക്കാൻ വേണ്ടി അവൻ സാവകാശം ചോദിച്ചതായിരിക്കും. മോളെ, ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. നന്ദുവിൻ്റെ അരികിലേക്ക് അനി പോകുന്നത് അവൻ്റെ വിഷമങ്ങൾ പറയാൻ വേണ്ടിയിട്ടാ. അവളോട് അവൻ പറഞ്ഞതും അത് തന്നെയാണ്, പെട്ടെന്ന് അവന് കല്യാണം വേണ്ടാന്ന്. അങ്ങനെ അവൻ പറയാനുള്ള കാരണം എന്താ? അവന് പെട്ടെന്ന് കല്യാണം വേണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? ഉറപ്പായിട്ടും മോളോട് പറഞ്ഞു കാണുന്ന എൻ്റെ വിശ്വാസം. അവിടെ മോൾ അതിനെ എതിർത്തും കാണും. അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തതാ, ഉടനെ കല്യാണം നടത്താമെന്ന്. പിന്നെ എന്തിനാ മാറ്റി പറയുന്നേ? ഞാനും എൻ്റെ ചേച്ചിയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം തറവാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കണ്ടും കേട്ടും മടുത്തതുകൊണ്ടാ അവനുടനെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്. നിങ്ങളെപ്പോലെ അല്ല ഞാൻ. വ്യക്തമായ ധാരണ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. 2 കുടുംബക്കാർ തമ്മിൽ ആലോചിച്ചിട്ട്, അല്ലാതെ വളഞ്ഞ വഴിയിൽ കൂടിയല്ല ഞാൻ അനന്തപുരി തറവാടിൻ്റെ മരുമകളാകാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ എനിക്കറിയാം. എന്നെയും എൻ്റെ ചേച്ചിയെയും ഈ വീടിൻ്റെ മരുമകളായിട്ട് ആരും കേട്ടില്ല.
ഇനി വരാൻ പോകുന്ന അനാമികയാണ് ആ വീട്ടിൻ്റെ ശരിക്കും മരുമകൾ എന്ന് എൻ്റെ അമ്മായിയമ്മ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ അതൊക്കെ അറിയുന്നത് കൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഇത്രയും പ്രയാസം. അതിനുവേണ്ടി ചിലപ്പം നിങ്ങൾ അനിയെ പറഞ്ഞ് തിരുത്തുന്നുണ്ടാവും. അങ്ങനെ നയന അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊരു വഴിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.